ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഓർക്കാപ്പിളില്ലേ, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ. പിന്നെ ഇതിലേക്ക് ഉപ്പില്ലേ, അതിട്ട് കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ വെക്കണം കേട്ടോ. പിറ്റേന്നാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത്. ഇത് ഇന്നലെ തലേന്ന് ഇട്ട് വെച്ചതിനു ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി ചീനിച്ചിട്ടില്ല, അത് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് കടുക് ചൂടായി വന്നതിന് ശേഷം കടുകില്ലേ, അത് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് കറി ലീവ്സ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കട്ട് ചെയ്തെടുത്തതാ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതൊന്ന് കുറഞ്ഞ് വേവായതിന് ശേഷം ഇതിലേക്കില്ലേ ഓർക്കാപ്പിളില്ലേ, അത് ഈ കളർ എന്താ വെച്ചാൽ ഇന്നലെ തലേന്ന് ഇതുപോലെ ഉപ്പിട്ട് വെച്ചതായതുകൊണ്ടായിട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അടച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തോളും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അച്ചാറിൻ്റെ പൗഡറില്ലേ, അച്ചാറിൻ്റെ പൊടി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3 ടീസ്പൂണോളം വേണം കേട്ടോ അച്ചാറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഇതെത്തണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാരയില്ലേ, അതിട്ട് കൊടുക്കണം. പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് സുറുക്കില്ലേ, അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സുറുക്ക ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓർക്കാപ്പിളി അച്ചാർ ഇവിടെ റെഡിയായി. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടും, എങ്ങനെയായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. Thanks for watching.